മെയ് മാസം തിയേറ്ററുകളിലും ഡിജിറ്റലായും റിലീസാകുന്ന പ്രധാനപ്പെട്ട സിനിമകളും സീരീസുകളും ഏതൊക്കെയാണെന്നാണ് നമ്മൾ ഈ വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. മെയ് 1 തന്നെ, അതായത് നാളെ സൂര്യയുടെ റെട്രോ റിലീസ് ആവുന്നുണ്ട്. കാർത്തിക് സുബ്ബരാജ് രചനയും സംവിധാനം നിർവഹിച്ച പടമാണ്. സൂര്യയുടെ ആരാധകർ അദ്ദേഹത്തിന്റെ ഒരു കംബാക്ക് പ്രതീക്ഷിക്കുന്ന സിനിമയാണ്. പൂജ ഹെഗ്ഡെയാണ് ഈ പടത്തിലെ നായിക. ജയറാം, ജോജു ജോർജ് തുടങ്ങിയവരും പടത്തിലുണ്ട്. സന്തോഷ് നാരായണനാണ് സിനിമയുടെ മ്യൂസിക്. തെലുങ്കിലെ ക്രൈം ത്രില്ലർ ഫ്രാഞ്ചൈസ് ഹിറ്റിന്റെ മൂന്നാമത്തെ ചിത്രം ഹിറ്റ് ദ തേർഡ് കേസും നാളെ റിലീസ് ആവുന്നുണ്ട്. ഇത്തവണ നാനിയാണ് നായകൻ. എനിക്ക് ഇഷ്ടമുള്ള ഒരു ഫിലിം ഫ്രാഞ്ചൈസ് ആണ്. ഫസ്റ്റ് 2 പാർട്ടും എനിക്ക് ഇഷ്ടപ്പെട്ട സിനിമകളാണ്. ഈ പാർട്ട് കുറച്ചുകൂടി ബ്രൂട്ടൽ, വയലൻസ് ഒക്കെ കുറച്ച് കൂടുതലാണ്. അതുകൊണ്ട് തന്നെ പടം 18+ ആണ്. കഴിഞ്ഞ മാസത്തിൽ നിന്നും റിലീസ് മാറ്റിവെച്ച ആസിഫ് അലിയുടെ ആഭ്യന്തര കുറ്റവാളിയും 1-ാം തീയതി റിലീസ് ആവുമെന്നാണ് പറയുന്നത്. അറിയില്ല. അജയ് ദേവ്ഗന്റെ റെയ്ഡ് 2ഉം 1-ാം തീയതി റിലീസ് ആവുന്നുണ്ട്. നവാസുദ്ദീൻ സിദ്ദിഖിയുടെ കൊസ്താവ് എന്ന ഹിന്ദി ക്രൈം ഡ്രാമ C5ലും റിലീസ് ആവുന്നുണ്ട്. തമിഴ് പടം ടൂറിസ്റ്റ് ഫാമിലി മെയ് 1 റിലീസ് ആവുന്നുണ്ട്. സമുദ്രകനി, യോഗി ബാബു, സിമ്രൻ തുടങ്ങിയവർ അഭിനയിച്ച പടമാണ്. ട്രെയിലറൊക്കെ അതിന്റെ ഭയങ്കര രസമായിരുന്നു. A24ന്റെ ദ ലെജൻഡ് ഓഫ് ഫൂച്ചിയും 1-ാം തീയതിയാണ് റിലീസ് ആവുന്നത്. മലയാളത്തിൽ നിന്ന് വരുന്ന ഈച്ച മോഡൽ പടം ലവ്ലി 2-ാം തീയതി തിയേറ്ററുകളിൽ റിലീസ് ആവുന്നുണ്ട്. ഒപ്പം മാർവലിന്റെ പുതിയ സിനിമ തണ്ടർ ബോൾസും 2-ാം തീയതി തന്നെ തിയേറ്ററുകളിൽ റിലീസ് ആവുന്നുണ്ട്. 7-ാം തീയതിയാണ് ഫ്രഞ്ച് ക്രൈം ത്രില്ലർ ഫിലിം സീരീസ് ലോസ്റ്റ് ബുള്ളറ്റ് ഫ്രാഞ്ചൈസിലെ ലാസ്റ്റ് പടം ലാസ്റ്റ് ബുള്ളറ്റ് നെറ്റ്ഫ്ലിക്സിൽ റിലീസ് ആവുന്നത്. 8-ാം തീയതിയും 9-ാം തീയതിയുമായിട്ട് 5 മലയാളം പടങ്ങൾ റിലീസ് ആവുന്നുണ്ട് തിയേറ്ററുകളിൽ. അതിൽ 8-ാം തീയതി അർജുന അശോകൻ, സജിൻ ഗോപു തുടങ്ങിയവർ അഭിനയിച്ച ഹൊറർ ത്രില്ലർ സുമതി വളവ്, ആസിഫ് അലിയുടെ സർക്കീട്ട്, സുരാജ് വെഞ്ഞാറമൂട്, ഷറഫുദ്ദീൻ ടീമിന്റെ പടക്കളം എന്നിവയാണ് 8-ാം തീയതി റിലീസ് ആവുന്നത്. 9-ാം തീയതി ഇറങ്ങുന്നത് വിനയ് ഫോർട്ടിന്റെ സംശയവും ദിലീപിന്റെ പ്രിൻസ് ആൻഡ് ഫാമിലിയുമാണ്. ഇക്കൂട്ടത്തിൽ സുമതി വളവിന്റെ ട്രെയിലറൊക്കെ നല്ല രസമുണ്ടായിരുന്നു. ബാക്കിയൊക്കെ എനിക്കറിയില്ല, വരുമ്പോൾ അറിയാം. ആക്ഷൻ പടം ഷാഡോ ഫോഴ്സ് 9-ാം തീയതി തിയേറ്ററുകളിൽ റിലീസ് ആവുന്നുണ്ട്. ഇതുകൂടാതെ 10-ാം തീയതി മറ്റൊരു മലയാളം സിനിമയായ ആസാദ് റിലീസ് ആവുന്നുണ്ട്. ശ്രീനാഥ് ബാസി, വാണി വിശ്വനാഥ് തുടങ്ങിയവരാണ് പ്രധാന വേഷങ്ങളിൽ. ലവ്, ഡെത്ത് പ്ലസ് റോബോട്ട് സീരീസിന്റെ സീസൺ 4 നെറ്റ്ഫ്ലിക്സിൽ 15-ാം തീയതി റിലീസ് ആകും. ഈ മാസം എനിക്ക് ഏറ്റവും പ്രതീക്ഷയുള്ള മലയാളം സിനിമ ഇഷ്കിന് ശേഷം അനുരാജ് മനോഹർ സംവിധാനം ചെയ്ത ടൊവിനോ തോമസ് നായകനായി വരുന്ന നരിവേട്ട മെയ് മാസം 16-ാം തീയതിയാണ് തിയേറ്ററുകളിൽ റിലീസ് ആവുന്നത്. തമിഴ് നടൻ ചേരൻ ആദ്യമായിട്ട് മലയാളത്തിൽ അഭിനയിക്കുന്ന സിനിമയാണ്. സുരാജ് വെഞ്ഞാറമൂട്, ആര്യ സലീം, പ്രിയംവദ കൃഷ്ണൻ, ഗായത്രി ശങ്കർ തുടങ്ങിയവരും സിനിമയിൽ അഭിനയിക്കുന്നുണ്ട്. ജെക്സ് ബിജോയ് ആണ് ഈ സിനിമയുടെ മ്യൂസിക് നിർവഹിച്ചിട്ടുള്ളത്. ട്രെയിലറൊക്കെ വളരെ പ്രോമിസിംഗ് ആയിരുന്നു. എന്തായാലും വരുമ്പോൾ കണ്ടറിയാം. ഫൈനൽ ഡെസ്റ്റിനേഷൻ ഫ്രാഞ്ചൈസിലെ പുതിയ ചിത്രം ഫൈനൽ ഡെസ്റ്റിനേഷൻ ബ്ലഡ് ലൈൻസ് മെയ് 16-ാം തീയതി തിയേറ്ററുകളിൽ റിലീസ് ആവുന്നുണ്ട്. 16-ന് തന്നെ വീക്കെൻഡ് സിനിമാറ്റിക് യൂണിവേഴ്സിൽ വരുന്ന ധ്യാൻ ശ്രീനിവാസന്റെ ഡിറ്റക്റ്റീവ് ഉജ്വലൻ എന്ന സിനിമയും റിലീസ് ആവുന്നുണ്ട്. ഇതിൽ മിന്നൽ മുരളിയുമായിട്ട് ഇതിന് ബന്ധമുണ്ടോ എന്നൊന്നും അറിയില്ല. റിട്ടേൺ ആൻഡ് ഡയറക്ടഡ് ബൈ ഗോഡ് എന്ന മലയാളം പടവും 16-ാം തീയതി തിയേറ്ററുകളിൽ റിലീസ് ആകും. കൂടാതെ തമിഴ് പടങ്ങളായ സൂരി, ഐശ്വര്യലക്ഷ്മി തുടങ്ങിയവർ അഭിനയിച്ച മാമൻ, സന്താനത്തിന്റെ ഹൊറർ ഫ്രാഞ്ചൈസ് DD നെക്സ്റ്റ് ലെവൽ എന്നിവയും 16-ാം തീയതി റിലീസ് ആവുന്നുണ്ട്. പിന്നെ മർഡർ ബോട്ട് എന്നൊരു സൈഫൈ ഹൊറർ സീരീസ് ആപ്പിൾ TV പ്ലസിലും 16-ാം തീയതി റിലീസ് ആവുന്നുണ്ട്. സൈറൻസ് എന്നൊരു സീരീസ് നെറ്റ്ഫ്ലിക്സിൽ 22-ാം തീയതി റിലീസ് ആവുന്നുണ്ട്. മിഷൻ ഇമ്പോസിബിൾ ഫ്രാഞ്ചൈസിലെ ലാസ്റ്റ് പടം മിഷൻ ഇമ്പോസിബിൾ ദ ഫൈനൽ റെക്കണിംഗ് 23-ാം തീയതി തിയേറ്ററുകളിൽ റിലീസ് ആകും. 23-ന് തന്നെ ആപ്പിൾ TV പ്ലസിൽ ഗൈറിച്ച് സംവിധാനം ചെയ്ത ഫൗണ്ടൻ ഓഫ് യൂത്ത് എന്നൊരു ട്രഷർ ഹണ്ട് മോഡൽ പടവും റിലീസ് ആവുന്നുണ്ട്. പിന്നെ ലിലോ ആൻഡ് സ്റ്റിച്ച് എന്ന ആനിമേറ്റഡ് മൂവി തിയേറ്ററുകളിലും, അതുപോലെ ഫിയർ സ്ട്രീറ്റ് പ്രോം ക്വീൻ പടം നെറ്റ്ഫ്ലിക്സിലും 23-ന് റിലീസ് ആവുന്നുണ്ട്. രോമാഞ്ചത്തിന്റെ ഹിന്ദി റീമേക്ക് കപ്പ് കപ്പിയും 23-ാം തീയതി തിയേറ്ററുകളിൽ റിലീസ് ആകും. 30-ാം തീയതി കരാട്ടെ കിഡ് ലെജൻഡ്സ് റിലീസ് ആവുന്നുണ്ട്. കരാട്ടെ കിഡ് ഫ്രാഞ്ചൈസിലെ 6-ാമത്തെ സിനിമയും അതുപോലെ കോബ്ര കൈ സീരീസിന്റെ ബാക്കിയുമായിരിക്കും ഈ സിനിമ. നമ്മുടെ ഹൊറർ പടം ടോക്ക് ടു മീയുടെ ഡയറക്ടർ സംവിധാനം ചെയ്ത പുതിയ സിനിമ ബ്രിങ് ഹെയർ ബാക്കും 30-ാം തീയതി തിയേറ്ററുകളിൽ റിലീസ് ആവുന്നുണ്ട്. 30-ന് തന്നെ വിജയ് ദേവരകൊണ്ടയുടെ പുതിയ തെലുഗു പടം കിങ്ഡവും റിലീസ് ആകും. കൂടാതെ 80കളിലെ ബ്രേക്ക് ഡാൻസ് തരംഗം പ്രമേയമാക്കി വരുന്ന മലയാളം സിനിമ മൂൺ വാക്കും മെയ്യിൽ തിയേറ്ററുകളിൽ റിലീസാകും. ഡേറ്റ് പറഞ്ഞിട്ടില്ല. അപ്പൊ ഇതൊക്കെയാണ് ഈ മെയ് മാസത്തിൽ റിലീസാകുന്ന പ്രധാനപ്പെട്ട സിനിമകളും സീരീസുകളും. ഇതിൽ ഏത് സിനിമ അല്ലെങ്കിൽ സീരീസിന് വേണ്ടിയാണ് നിങ്ങൾ വെയിറ്റ് ചെയ്യുന്നതെന്ന് കമന്റിൽ രേഖപ്പെടുത്തുമല്ലോ. അപ്പൊ ശരിയെന്ന്.